വെൽക്കം ടു QA ഫോക്കസ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിനകത്ത് മാഗ്നറ്റിക് ഡൈപോളും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്തൊക്കെയാണ്, അവിടെ വരുന്ന സ്റ്റേബിൾ ഇക്വിലിബ്രിയവും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ ഓൾറെഡി പഠിച്ചു. ഇലക്ട്രിക് ഡൈപോളിനകത്ത് നമ്മൾ പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് Q ഇൻറ്റു 2A ആണ് അല്ലേ? P ഈക്വൽ ടു Q ഇൻറ്റു 2A ആണ്. അതേപോലെ ഒരു മാഗ്നറ്റ്, അതിൻ്റെ പോൾ സ്ട്രെങ്ത് P ആണ്. ഒന്ന് നോർത്ത് പോൾ, ഒന്ന് സൗത്ത് പോൾ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണ്. ഇതിൻ്റെ ലെന്ത് 2L ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് P ഇൻറ്റു 2L ആയിരിക്കും. P ഇൻറ്റു 2L ആയിരിക്കും. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആയിരിക്കും. സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ലെങ്ത് ഓഫ് ദി മാഗ്നെറ്റ്. Length of the magnet. It is the product of pole strength and length of the magnet. ഇനി ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. Q ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് QE ആണ്. ശരിയല്ലേ? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതേപോലെ P പോൾ സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റ്, P പോൾ സ്ട്രെങ്തിൽ B മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് PB ആയിരിക്കും. ഒരു മാഗ്നറ്റിക് പോള്, അതിൻ്റെ പോൾ സ്ട്രെങ്ത് P ആണ്, അത് B മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് PB ആയിരിക്കും. PB ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആയോ? അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ എന്താണെന്നുള്ളത് നോക്കണം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ് ആണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതുപോലെ ഒരു മാഗ്നറ്റിക് പോള്, P സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് പോൾ B മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് PB ആയിരിക്കും. PB ആയിരിക്കും. ഓക്കെ ആണോ? ഇനി magnetic dipole in uniform magnetic field. മാഗ്നറ്റിക് ഡൈപോളിന് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ചോദിച്ചോട്ടെ. ഇലക്ട്രിക് ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു ടോർക്ക് കിട്ടുമായിരുന്നു അല്ലേ? ടോർക്ക് ഈക്വൽ ടു PE സൈൻ തീറ്റ അല്ലേ? PE സൈൻ തീറ്റ. അതേപോലെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിനെ വെച്ചിട്ടുണ്ട്. സൗത്ത്, നോർത്ത്, ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഇതിനകത്ത് നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആണ് അല്ലേ? സൗത്ത് ടു നോർത്ത് ആണ് മാഗ്നറ്റിക് മൊമെന്റ്. ഈ മാഗ്നറ്റ് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ നോർത്ത് പോള് B മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പം ഇതിനകത്തൊരു ഫോഴ്സ് F ഈക്വൽ ടു PB ആക്ട് ചെയ്യും.
അതേപോലെ സൗത്ത് പോളിലും എഫ് ഈക്വൽ ടു പി ബി ആക്ട് ചെയ്യും. പക്ഷെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. യൂണിഫോം ഫീൽഡ് ആയതുകൊണ്ട് തന്നെ രണ്ടും സെയിം ആയിരിക്കും. ബോത്ത് ദ ഫോഴ്സ് ആർ സെയിം ബട്ട് ആക്ടിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? ഒരു ടോർക്ക് ആക്ട് ചെയ്യും അല്ലേ? റൊട്ടേഷൻ എഫക്റ്റ് വരും. ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് ഈ മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ടോർക്ക് അവിടെ ആക്ട് ചെയ്യും. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. മാഗ്നറ്റിന്റെ ലെന്ത് L ആണ്. അങ്ങനെയെങ്കിൽ ദറ്റ് ഈസ് എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് തീറ്റ, ഇത് 2L. therefore sin theta ഈക്വൽ ടു, സൈഡ് വേണമെങ്കിൽ AC എന്ന് കൊടുക്കാം, AC by length of the magnet is 2L, or AC equal to sin theta into 2L അല്ലെങ്കിൽ 2L sin theta. Force is torque equal F into 2L sin theta. ഇനി F എന്ന് പറയുന്ന ആരായിരുന്നു? PB. 2L sin theta എന്ന് വരും. Pയും 2Lഉം മാഗ്നറ്റിക് മൊമെന്റ് ആണ്, M ആണ് അല്ലേ? ഇവിടെ നമുക്ക് MB sin theta എന്ന് വരും. ഓർ ടോർക്ക് ഈസ് M cross B. നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൽ പഠിച്ച അതേ ഡെറിവേഷൻ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ആകെപ്പാടെ ക്യൂവിന് പകരം P കൊടുക്കും, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ആണ് നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നത്. ഇവിടെ വരുമ്പോൾ അത് M ആയിട്ട് മാറും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് എടുത്തു, ഇവിടെ അതിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് B വരും. തീറ്റ ആംഗിൾ ബിറ്റ്വീൻ M ആൻഡ് B. അവിടെയാണെങ്കിലോ ബിറ്റ്വീൻ P ആൻഡ് E. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്, ബാക്കിയെല്ലാം അത് തന്നെ. ഇനി ഇവിടെ നമ്മൾ MB സൈൻ തീറ്റ എന്ന് പറഞ്ഞു. തീറ്റ ഈക്വൽ ടു 90 ആണെന്ന് വിചാരിച്ചോളൂ. തീറ്റ ഈക്വൽ ടു 90 ആണ്, പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയെങ്കിൽ സൈൻ തീറ്റ 1 അല്ലേ? ടോ ഈക്വൽ ടു MB. ദാറ്റ് മീൻസ് ദ ടോർക്ക് ഈസ് മാക്സിമം. ടോർക്ക് മാക്സിമം ആയിരിക്കും. ഇനി തീറ്റ 0 ആണെങ്കിലോ? 0 ആണ് അല്ലേ? സൈൻ 0 ആണ്. therefore ടോ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഈ കണ്ടീഷനാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ടോർക്ക് ആക്ട് ചെയ്യുന്നത് കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് റൊട്ടേറ്റ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വരും. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വരും. ഇനി പാരലായിട്ട് വരുന്ന സമയത്ത് ഇത് നോർത്ത് ആയിരുന്നു, ഇത് സൗത്ത് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പം ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സൗത്ത് പൊളാരിറ്റി, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർത്ത് പൊളാരിറ്റി. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നോർത്ത് സൗത്ത് അട്രാക്ഷൻ ആയിരിക്കും, ഇവിടെയും സൗത്തും നോർത്തും അട്രാക്ഷൻ ആയിരിക്കും. തീറ്റ ഈക്വൽ ടു 0 ആണ്. തീറ്റ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ടോ ഈക്വൽ ടു 0 ആണ്. ടോ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് നേരെ തിരിച്ചാണെങ്കിൽ, ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് എന്ന് പറഞ്ഞല്ലേ, മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് നേരെ തിരിച്ചാണെങ്കിൽ, അതായത് ഇത് നോർത്തിൻ്റെ ഇവിടെ തന്നെ നോർത്തും വരുന്നു, സൗത്തിൻ്റെ ഇവിടെ തന്നെ സൗത്തും വരുന്നു. നോർത്തും അടുത്ത് വരുമ്പോൾ ഇത് റിപ്പൽ ചെയ്യും. ഇവിടെ ഇത് രണ്ടും അടുത്ത് വരുമ്പോൾ ഇതും എന്ത് ചെയ്യാൻ തുടങ്ങും? റിപ്പൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം.
അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഇനി സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാനായിട്ട്, അതായത് CBSE എക്സാംസിനൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു വരാറുണ്ട്. അതുപോലെ സ്റ്റേറ്റിൻ്റെ എക്സാമിനാണെങ്കിലും എക്സാം പാറ്റേൺ ഒക്കെ മാറി എക്സാം കുറച്ചും കൂടി ഒന്ന് ടഫ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചും കൂടി ടഫായിരുന്നു എക്സാം. അപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ ഓൾറെഡി കുറേ ടോപ്പിക്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇതിന് കുറേ ഡെറിവേഷനും അതും ഇതൊക്കെ കുറേ ചാപ്റ്റേഴ്സ് നിന്നൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ് പോസിബിലിറ്റി ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്താന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേക്കും മാഗ്നറ്റിക് മൊമെൻറ്റ് ഇത് സൗത്ത് ഇത് നോർത്ത് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഇത് തന്നെയാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെ, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ, തീറ്റ 0 ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടീഷൻ ഓഫ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോട്ട് ചെയ്തിട്ടേക്കണം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയവും സ്റ്റേബിൾ ഇക്വിലിബ്രിയവും. സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ തീറ്റ 180 ഡിഗ്രി ആയിരിക്കും. സ്റ്റേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ എമ്മും ബിയും സെയിം ഡയറക്ഷനിലായിരിക്കും. ഇവിടെ എമ്മും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി ഇതുപോലുള്ള കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്ലാസ്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറന്നു പോകരുതും. സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുതും. ഓക്കെ, താങ്ക് യു.